ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഗേറ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2015 ഞാൻ ബിടെക് പാസ്സാകുന്ന സമയത്താണ് ഫസ്റ്റ് ടൈം ഞാൻ ഗേറ്റ് എക്സാം അറ്റൻഡ് ചെയ്തത്. അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബിടെക്കിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ മാർക്ക് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് പോയി എക്സാം എഴുതാൻ പറ്റുന്നൊരു എക്സാമാണ് ഈ പറഞ്ഞ പോലെ ഗേറ്റ് എക്സാം എന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഓൺലൈൻ എക്സാമാണ്. എക്സാം എഴുതുന്ന തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, അറിയുന്ന ക്വസ്റ്റ്യൻസാണ്, ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മിനിമം കട്ട് ഓഫ് മാർക്ക് ഉണ്ടായത് ഇപ്പോൾ 32 മാർക്കാണെങ്കിൽ എനിക്ക് കിട്ടിയത് 16 മാർക്കാണ്. അതായത് ഞാൻ കറക്റ്റ് എന്ന് വിചാരിച്ചിരുന്ന ഒരുവിധ ആൻസേഴ്സ് ഒക്കെ ആ ഓപ്ഷൻസിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ ഓപ്ഷൻസിൻ്റെ അകത്ത് ആ ആൻസേഴ്സ് ഞാൻ കുത്തി. പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഗേറ്റ് എക്സാമിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈവൻ നമ്മൾ ഏതെങ്കിലും ഒരു 3-4 സ്റ്റെപ്പൊക്കെ ഉള്ളൊരു പ്രോബ്ലം സോൾവിങ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ആ സോൾവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പിനകത്ത് നമുക്ക് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ആ സ്റ്റെപ്പിനകത്ത് വന്ന മിസ്റ്റേക്ക് കാരണം ഉണ്ടാകുന്ന റിസൾട്ട് എന്താണോ ആ റിസൾട്ട് പോലും നമ്മളെ ഈ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും. അതാണ് ഗേറ്റ് എക്സാമിൻ്റെ പ്രത്യേകത. അതായത് അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് പോലും നിങ്ങൾക്ക് റോങ് ആൻസർ ആയിട്ട് അത് കിട്ടുന്നുള്ള രീതിയിലുള്ള ഡിസൈഡ് ചെയ്തേക്കുന്ന ആൻസേഴ്സ് ആയിരിക്കും. അത്രയും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എക്സാമാണ് ഗേറ്റ് എക്സാം. നിങ്ങൾക്ക് ഈവൻ നമ്മൾക്കറിയാം ആൻസർ നമ്മൾ ചെയ്ത് കിട്ടിയ ആൻസർ ഇപ്പം ഒരു വാല്യൂ കിട്ടുന്ന 2 ആണെങ്കിൽ ആ 2 എന്നുള്ള വാല്യൂ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കില്ല, നിർത്തി അവിടെ മാർക്ക് ചെയ്യും. പക്ഷേ അതിൻ്റെ ആക്ച്വൽ ആൻസർ ചിലപ്പോൾ 2 ആയിരിക്കില്ല, √2 ആയിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു ഇക്വേഷനകത്ത് ചെറിയൊരു മാറ്റം വന്നപ്പോൾ ആയിരിക്കും അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടാവുക. അങ്ങനെ കറക്റ്റ്, അതായത് തെറ്റാൻ പോകുന്ന ആൻസേഴ്സ് വരെ, തെറ്റായി വരുന്ന ആൻസേഴ്സ് പോലും ഓപ്ഷൻസ് അകത്ത് കൊടുക്കാൻ പറ്റുന്ന അത്രയും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എക്സാമാണ് ഗേറ്റ് എക്സാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാനുള്ള ചാൻസും വളരെ കുറവാണ്. ഇത് ഞാൻ റിയലൈസ് ചെയ്തത് വീണ്ടും ഞാൻ എംടെക് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗേറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പ്രിപ്പയർ ചെയ്ത് ഒരു 6 മാസം 7 മാസം ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതി. ആ പ്രാവശ്യം ഞാൻ 2020 ക്വാളിഫൈ ചെയ്തു. 2021 ഞാൻ ക്വാളിഫൈ ചെയ്തു. ആ സമയത്ത് എനിക്ക് മനസ്സിലായ സംഭവം എന്താ വെച്ചാൽ നമുക്കിപ്പം ഗേറ്റ് എക്സാം എൻ്റെ കൂടെ പഠിച്ചിരുന്ന പലരും അതിൽ ഫെയിൽ ആവുകയാണ് ചെയ്തത്. അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവർ വർക്കൗട്ട് ചെയ്തില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു എറർ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എറർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമാണ് ഈ ക്വാളിഫൈ ചെയ്യുന്ന മാർക്ക്, മിനിമം മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രം പാസ്സാവുന്ന ഒരു എക്സാമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഈ ഗേറ്റ് എക്സാമിൻ്റെ പാസ് പെർസെൻറ്റേജ് മാത്രം എടുത്താൽ മതി. 17%, ഓൾമോസ്റ്റ് എല്ലാ ഇയറും 17% പേര് മാത്രമാണ് പാസ്. അതായത് 100 പേര് എക്സാം ചെയ്യുന്നുണ്ടെങ്കിൽ 17 പേര് മാത്രമാണ് മിനിമം ക്വാളിഫൈങ് മാർക്കായി 25 to 30-35 മാർക്കൊക്കെയാണ് ഇപ്പോഴത്തെ മിനിമം ക്വാളിഫൈഡ്. അതായത് 100-ൽ 35 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്കായി ഓൺ ആവറേജ് കൂട്ടുകയാണെങ്കിൽ അതായിരിക്കും ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ടാകും. അതുപോലെ നേടാനാവാത്ത ആളുകളാണ് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ബാക്കി 83%. 17% പേര് മാത്രമാണ് ജസ്റ്റ് ഈ മിനിമം കട്ട് ഓഫ് മാർക്ക് വാങ്ങിയിട്ട് ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ഗേറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സുകളാണ്. നിങ്ങൾ ഗേറ്റ് എക്സാം മിനിമം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ബിടെക് കഴിഞ്ഞ് എംടെക് പഠിക്കാൻ പോകുകയാണെങ്കിൽ 3 ഇയർ വാലിഡിറ്റി നിങ്ങളുടെ ഗേറ്റ് സ്കോറിനുണ്ടാവും. അതായത് മാർക്ക് ലിസ്റ്റിനുണ്ടാവും. ഗേറ്റ് സ്കോറിന് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെ എംടെക് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോട് കൂടി എംടെക്കിന് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നേരെ മറിച്ച് നിങ്ങൾ ജോലിക്ക് പോകുകയാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് മാത്രം പോരാ, നല്ല ഉയർന്ന മാർക്ക് ഉണ്ടാകും. കാരണം ഒരു ടോപ്പ് 100 and 200 റാങ്കിലുള്ള ആളുകൾക്ക് PSUs, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഒരുപാട് കമ്പനീസ് ഗേറ്റ് ത്രൂ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അതിൽ ബാക്കിയുള്ള എക്സാമും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒറ്റ എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. നിങ്ങൾ ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂയിലേക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്കോ പോകുന്നുണ്ടാവുക. അതിൽ 100 മാർക്കിലാണ് നിങ്ങൾക്ക് മാർക്കെങ്കിൽ കംപ്ലീറ്റ് അതിൻ്റെ ഒരു 70% അല്ലെങ്കിൽ 60 to 70% ഗേറ്റ് സ്കോറിനെ ആയിരിക്കും നിങ്ങൾ എടുക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, ഇപ്പം അധികം എക്സ്ട്രോവേർട്ട് അല്ലാതെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ വലിയ PSUസിലൊക്കെ കയറാൻ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയത് ഗേറ്റ് എക്സാമുകളാണ്. കാരണം അവർക്ക് ഗേറ്റ് എക്സാമിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂവിലും ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ മിനിമം മാർക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ടോപ്പ് റാങ്കിലും ഇതുപോലെ MNC PSU കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യുന്ന എക്സാം കൂടിയാണ്. അതുപോലെ ഒറ്റ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും. പക്ഷേ ഈ ഒറ്റ ദിവസത്തെ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ ഒരു 6 മാസം 8 മാസം കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്യണം. കാരണം ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. നമ്മുടെ കോർ ഫീൽഡിനകത്ത് 70-72 മാർക്കിന് കോർ ഫീൽഡും ബാക്കി ഇംഗ്ലീഷും അല്ല ആപ്റ്റിറ്റ്യൂഡ് സെഷൻസും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് സെഷൻസും ഒക്കെ വരുന്നുണ്ടാവും. ഇതിനകത്ത് നിന്നൊക്കെ പഠിച്ചിട്ട് എന്താ പറയുക, ഒരു മിനിമം നമുക്കൊരു 50-60 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള IITയിലോ ഒക്കെ നമുക്ക് എംടെക് പഠിക്കാനും, അതുപോലെ തന്നെ നല്ല അത്യാവശ്യം ഒരു 70-75 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല PSCയിലേക്കൊക്കെ ജോലിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ഗേറ്റ് എക്സാം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ എന്തായാലും ആവശ്യമാണ്. കാരണം 4 വർഷം പഠിച്ച ബിടെക്കിലെ ഒരുവിധ എല്ലാ ടോപ്പിക്സുകളും ഇതിനകത്ത് വരും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ ടോപ്പിക്കുകളുണ്ടാവും. അതുപോലെ തന്നെ വെയിറ്റേജ് കൂടിയ ടോപ്പിക്കുണ്ട്. അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ചാലാണ് നമുക്ക് അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ
നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയി പഠിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോം കൊടുക്കുക. അതിനകത്ത് നമ്മൾ എൻട്രീൻ്റെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതാണ് എൻ്റെ ജേണി. അതായത് 2015 ഞാൻ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മിനിമം മാർക്കിൻ്റെ ഹാഫ് മാർക്ക് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. 2020 21 ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് 2 പ്രാവശ്യം ഞാൻ ക്വാളിഫൈ ചെയ്തു. 60 മാർക്കും 55 മാർക്ക് ആയിരുന്നു എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം എക്സാം ഉണ്ടായത്. ആ റേഞ്ചിൽ മാർക്കുകൾ എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട്. കാരണം 2015 പാസ് ഔട്ട് ആയിട്ട് 5 വർഷത്തെ ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഉണ്ട്. അതിനിടയ്ക്ക് M.Tech എടുത്തെങ്കിലും നമ്മൾ B.Tech പഠിക്കുന്ന ഒരുപാട് സബ്ജക്റ്റുകൾ M.Tech ഇല്ല. പക്ഷേ അതൊക്കെ വീണ്ടും റിഫ്രഷ് ചെയ്ത് പഠിച്ചെടുത്ത് ഈവൻ മാത്തമാറ്റിക്സ് പോലും നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരും അവിടെ. കാരണം ഗേറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പഠിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. കാരണം എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്.